തൃശ്ശൂർ വരന്തരപ്പള്ളിയിലെ അർച്ചന എന്ന 20-കാരി ആത്മഹത്യ ചെയ്തു ഭർത്തൃ വീട്ടിൽ. ഭർത്താവ് ഷാരോൺ നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു, കൂലിപ്പണിക്കാരനാണ്. ഒരു വിവാഹം പ്രണയവിവാഹമായിരുന്നു. 20 വയസ്സുള്ള പെൺകുട്ടി വീട്ടുകാരെയും ഒക്കെ അവരുടെ ഉപദേശം സ്വീകരിക്കാതെ ഈ ഷാരോനുമായിട്ട് അടുപ്പം കാണിച്ചിട്ട് ആ 20 വയസ്സുകാരി അയാളെ വിവാഹം കഴിച്ചു. അതൊരു പ്രണയ വിവാഹമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഭർത്തൃ വീട്ടിൽ ചെന്നപ്പം നിരന്തരം പീഡനമാണ് ആ കുട്ടിക്ക്. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. ഒരു സംശയ രോഗി തന്നെയാണ് ഷാരോൺ. അയാൾ നേരത്തെ കഞ്ചാവ് കേസിനകത്ത് പ്രതിയായിട്ടുണ്ട്. ഈ കുട്ടി അങ്ങനെ ഒരാളെ പോയി പ്രേമിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ ഫലം ഒരു ഇമ്മച്വറായ തീരുമാനമായിപ്പോയി. 20 വയസ്സേ ഉള്ള കുട്ടിക്ക്. അത് ഇപ്പോഴേ ആ വീടിൻ്റെ അടുത്ത് ഉള്ള കോൺക്രീറ്റ് കാനയിൽ ഇവർ മരിച്ചു കിടക്കുന്നതായിട്ടാണ് വരുന്നത്. വരന്തരപ്പള്ളി പോലീസ് പറഞ്ഞതൊരു സൂയിസൈഡാണ്. പക്ഷെ അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അവർ വീട്ടിൽ വെച്ച് ഭർത്തൃപീഡനം കാരണം അവർ സ്വയം തീ വെച്ചു. അതിനുശേഷം ഈ കാനയിൽ ചാടി വെള്ളത്തിൽ വീണ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. വരന്തരപ്പള്ളി പോലീസ് പറഞ്ഞാൽ ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷാരോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടി തൃശ്ശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിലാണ് താമസിക്കുന്നത് ഭർത്താവിൻ്റെ ഒപ്പം. അവർ ഗർഭിണിയായിരുന്നു 4-5 മാസം. അവരുടെ ദേഹം ഇപ്പം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. ആ ദേഹം കരക്കെടുത്തപ്പം ശരീരം പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പോൾ അവർ സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് അവർ ശരീരം തീ വെച്ച് ചാകാൻ നേരത്ത് വെള്ളത്തിലെടുത്ത് ചാടി, അല്ലെങ്കിൽ ചിലപ്പം വേദന കൊണ്ട് എടുത്ത് ഓടി വെള്ളത്തിൽ കാനയിൽ ചാടിയതാകാം. പക്ഷേ അവിടെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് അവരുടെ ഷാരോൻ്റെ അമ്മ വന്നപ്പം കണ്ടത്. ഷാരോൻ്റെ സഹോദരിയുടെ കൊച്ചിനെയും കൊണ്ട് അവർ അംഗനവാടിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് മകളെ കാണാനില്ല. അന്വേഷിച്ചപ്പോഴാണ് ഈ കോൺക്രീറ്റ് കാനയിൽ അവർ കിടക്കുന്നത് കണ്ട് ഉടൻ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദേഹം നിറയെ പൊള്ളലേറ്റിട്ടുണ്ട്. കൂടാതെ അവർ ഈ കാനയിൽ കിടക്കുന്നത് പൊള്ളലേറ്റ സമയത്തുള്ള വേദന കൊണ്ട് ഓടിപ്പോയി വെള്ളത്തിൽ ചാടിയതാണോ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കൃത്യമായിട്ട് അറിയാം. എങ്കിലും ശരീരം ആസകലം പൊള്ളിയായിട്ടാണ് കാണുന്നത്. എന്തായാലും ചെറുപ്രായത്തിൽ ഇങ്ങനെയുള്ള തീരുമാനവും പ്രണയവും ഒക്കെ മലയാളികൾ ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം 21 വയസ്സിന് ശേഷമാണ് ഒരു മെച്യൂരിറ്റി സാധാരണഗതിയിൽ വരുന്നത്. ബാക്കിയുള്ള ജീവിത രീതികളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 18 വയസ്സിന് പ്രായപൂർത്തിയാകും, നമുക്കിതിനൊക്കെ തീരുമാനം എടുക്കാമെന്ന് പറയുന്നെങ്കിലും 21 വയസ്സാണ് ഇന്ത്യയിൽ പൊതുവെ ഒരു മെച്യൂരിറ്റി അല്പസ്വല്പം ഉള്ളതായി വളർന്നു വരുന്നത് 21 വയസ്സിലാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ ചാടിക്കയറി 15 വയസ്സിലും 16 വയസ്സിലും ഒക്കെ പ്രണയവുമായിട്ട് നടന്ന് അവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു ഡിഗ്രി ഒക്കെ പാസ്സായി കഴിയുമ്പം 15, 2, 17, 3, 20, 21 വയസ്സായി കഴിയുമ്പം ഒരു മെച്യൂരിറ്റി ലോകം കുറേ കണ്ടിരിക്കുന്നു. ചെറുപ്രായത്തിൽ ഒരാളെ കണ്ട് പ്രണയിച്ചെടുത്ത് ചാടി അത് അവസാനം ഒരു ആത്മഹത്യയിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ പ്രഗ്നൻസിയിലേക്ക് വരും, അല്ലെങ്കിൽ അതിനോട് തീരുമാനം എടുക്കാനുള്ള നിങ്ങൾക്ക് മെച്യൂരിറ്റി സമയമായില്ല എന്ന് കരുതിക്കോണം. 21 വയസ്സ് കഴിയുമ്പോൾ ലോകം കുറേ കണ്ടു കഴിയുമ്പോൾ നല്ല തീരുമാനം എടുക്കും. ഇപ്പം പല ആൾക്കാരും നല്ല തീരുമാനം എടുക്കുന്ന വിവാഹം കഴിക്കാനേ അവർ പോകുന്നേയില്ല എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ 20-21 വയസ്സിൽ എത്തിക്കഴിയുമ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതുപോലെ കല്യാണം കഴിച്ചിട്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്നതും ഭീകരമായിട്ട് തൊഴിക്കുന്നതും പണമില്ലാതെ വിഷമിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി അതിനകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 21 വയസ്സ് വരെ എങ്ങ് എത്തണം. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ തന്നെ അറിയാം നമുക്ക്. ഈ അർച്ചന ഷാരോണിൻ്റെ ഭാര്യ അത് പ്രണയവിവാഹമായിരുന്നു. അവർ കുറേ 2-3 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷേ ഇയാൾ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരും സാമൂഹ്യദ്രോഹിയാണ് എന്ന കുട്ടി മനസ്സിലാക്കിയെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമായിരുന്നു. പിന്മാറിയാലും ഇതുപോലെയുള്ള പ്രണയത്തിൽ ചാടിക്കഴിഞ്ഞാൽ അതുപോലെ അവർ ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യാൻ നമുക്ക് കാണാം. കോട്ടയത്ത് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് കണ്ട ഒരു CCTV ദൃശ്യം, CCTV അല്ല, ഒരു TV ദൃശ്യം ഞാൻ കണ്ടു. ഒരു കൂട്ടുകാർ തമ്മിൽ കഞ്ചാവ് അടിക്കുന്നവരായിരിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിച്ച് ഒരാളുടെ വീടിനകത്തോട്ട് കയറി ആ പയ്യനെ കുത്തിക്കൊല്ലുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ പറ്റും.
ആ പയ്യൻ്റെ അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് പിടിക്കുന്നതും ബലം പ്രയോഗിച്ച് മറ്റേ മാറ്റും സുഹൃത്തുക്കളാണ്. പക്ഷേ ഏതോ കാര്യത്തിൽ രണ്ടുപേരും തെറ്റി ഈ അവൻ്റെ വീട്ടിൽ വന്നിട്ട് കത്തിയായിട്ട് വന്നിട്ട് കുത്തുകയാണ് ഇടിച്ചിറക്കി. അപ്പോൾ അവർക്കൊക്കെ അധികം പ്രായമില്ലാത്ത കുട്ടികളാണ്. ഇതൊക്കെ നമ്മൾ കഞ്ചാവിൻ്റെ മേഖലയിലാണ് രണ്ടുപേരും വിഹരിക്കുന്നതെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മരണം കാണും. അതുകൊണ്ട് ചെറുപ്പത്തിലെ ഉള്ള കുട്ടികൾ ഈ രീതിയിൽ ചിന്ത മാറിപ്പോകുന്നവരും അവരുടെ സുഹൃത്തുക്കളും അവരുടെ മാതാപിതാക്കളും ഇവരെ കുട്ടിയെ ഉപദേശിച്ച് അതിൽ നിന്ന് പിന്മാറ്റിക്കൊണ്ട് വരണം. മരണം എപ്പം വേണമെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭത്തിൽ ഉണ്ടാകാം. അത് തന്നെയല്ല, ചെറുപ്പത്തിൽ തന്നെ 21 വയസ്സിനകം അവർ 2 വീലർ വാങ്ങിച്ചിട്ട് ഏകദേശം 90-100 കിലോമീറ്ററിൽ വേഗത്തിൽ ഓടിച്ച് ഇടിച്ച് മരിക്കുന്ന ധാരാളം സംഭവം പക്വതയില്ലാത്തതാണ്. ഒരു 21 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 വീലർ ഓടിക്കുകയോ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യാം. അന്നേരം കുറച്ച് പക്വത ഉണ്ടാകുന്നതാണ് ഈ 21 വയസ്സിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് നേരിടുന്നത്. ഇവിടെ തന്നെ ഈ അർച്ചനയുടെ കാര്യത്തിലും ഷാരോണിൻ്റെ കാര്യത്തിലും ഷാരോണ് പ്രായം ഉണ്ടാവും, അർച്ചനയ്ക്ക് 20 വയസ്സേ എത്തിയിട്ടുള്ളൂ. 20 വയസ്സിന് മുമ്പ് അവളൊരു 6 മാസം 5-6 മാസം ഗർഭിണിയാണ്. അന്ന് പറഞ്ഞാൽ 19 വയസ്സിൽ ആ പ്രണയം ഇവർ തമ്മിൽ ഉണ്ടായി. അല്ലെങ്കിൽ 18-19 വയസ്സിൽ ഇമ്മച്ചുറായാലും പാകതയാകുന്നതിന് മുമ്പ് പ്രണയം ഉണ്ടായി. അത് ഈ രീതി ചെന്ന് പര്യവസാനിച്ച കഥയാണ് നമുക്കിപ്പം മനസ്സിലാകുന്നത്.